ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും അലുമിനിയത്തിൻ്റെ അയിര് തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും അലുമിനിയത്തിൻ്റെ അയിര് തിരഞ്ഞെടുക്കുക. ബോക്സൈറ്റ്. മൂലകങ്ങളും അയിരുകളും: അലുമിനിയം, അയിര്, ക്രയോലൈറ്റ്, ബോക്സൈറ്റ്. അലുമിനിയം, അയിര്, ക്രയോലൈറ്റ്, ബോക്സൈറ്റ്. അയേൺ. അയിര്, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റീസ്. അയേൺ, അയിരുകൾ, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റീസ്. കോപ്പർ, അയിരുകൾ, മാലക്കൈറ്റ്, ചാൽക്കോസൈറ്റ്. കോപ്പറിൻ്റെ അയിരുകൾ മാലക്കൈറ്റ്, ചാൽക്കോസൈറ്റ്. മെർക്കുറി, അയിര്, സിന്നബാർ. മെർക്കുറി, അയിര്, സിന്നബാർ. ടൈറ്റാനിയം. ടൈറ്റാനിയത്തിൻ്റെ അയിര് ഇൽമനൈറ്റ്. ടൈറ്റാനിയം, ഇൽമനൈറ്റ്. ലെഡിൻ്റെ അയിര് ഗലീന, ലിത്താർജ്. ലെഡ്, ഗലീന, ലിത്താർജ്. മഗ്നീഷ്യം, ഡോളമൈറ്റ്. മഗ്നീഷ്യത്തിൻ്റെ അയിരാണ് ഡോളമൈറ്റ്. അപ്പോൾ അലുമിനിയത്തിൻ്റെ അയിര് ക്രയോലൈറ്റ്, ബോക്സൈറ്റ്. ക്രയോലൈറ്റ്, ബോക്സൈറ്റ്. അയേണിൻ്റെ അയിരുകൾ ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റീസ്. കോപ്പറിൻ്റെ അയിരുകൾ മാലക്കൈറ്റ്, ചാൽക്കോസൈറ്റ്. മെർക്കുറി, അയിര്, സിന്നബാർ. ടൈറ്റാനിയത്തിൻ്റെ അയിര് ഇൽമനൈറ്റ്. ലെഡ്, ഗലീന, ലിത്താർജ്. മഗ്നീഷ്യത്തിൻ്റെ അയിര് ഡോളമൈറ്റ്. കാൽസ്യത്തിൻ്റെ അയിര് ജിപ്സം, ഫ്ലൂർസ്പാർ. ജിപ്സം, ഫ്ലൂർസ്പാർ. കാൽസ്യത്തിൻ്റെ അയിരുകൾ ജിപ്സം, ഫ്ലൂർസ്പാർ. ടിൻ, കാസിറ്ററൈറ്റ്. ടിന്നിൻ്റെ അയിര് കാസിറ്ററൈറ്റ്. തോറിയത്തിൻ്റെ അയിര് മോണോസൈറ്റ്. തോറിയത്തിൻ്റെ അയിര് മോണോസൈറ്റ്. മാംഗനീസ്, അയിര് പൈറോലുസൈറ്റ്. മാംഗനീസ്, പൈറോലുസൈറ്റ്. സ്വർണം, ബിസ്മത്ത് റേറ്റ്. ബിസ്മത്ത് റേറ്റ്. സ്വർണം, ബിസ്മത്ത് റേറ്റ്. സിങ്കിൻ്റെ അയിര് കലാമിൻ. വനേഡിയം, പെട്രോനൈറ്റ്. വനേഡിയം, പെട്രോനൈറ്റ്. നിക്കൽ, പെൻലാൻഡൈറ്റ്. നിക്കലിൻ്റെ അയിരാണ് പെൻലാൻഡൈറ്റ്. അപ്പോൾ കാൽസ്യത്തിൻ്റെ അയിരുകൾ ജിപ്സം, ഫ്ലൂർസ്പാർ. ടിന്നിൻ്റെ അയിര് കാസിറ്ററേറ്റ്. തോറിയത്തിൻ്റെ അയിര് മോണോസൈറ്റ്. മാംഗനീസിൻ്റെ അയിര് പൈറോലുസൈറ്റ്. സ്വർണത്തിൻ്റെ അയിര് ബിസ്മത്ത് റേറ്റ്. സിങ്കിൻ്റെ അയിര് കലാമിൻ. യുറേനിയത്തിൻ്റെ അയിര് പിച്ച് ബ്ലെൻഡ്. വനേഡിയത്തിൻ്റെ അയിര് പെട്രോനൈറ്റ്. നിക്കലിൻ്റെ അയിര് പെൻലാൻഡൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ: പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണ്? പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണ്? പ്ലാസ്മ. നാലാമത്തെ അവസ്ഥ, പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ പ്ലാസ്മ. ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ. ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ: 1 ഖരം. ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ: 1 ഖരം, 2 ദ്രാവകം, 3 വാതകം, 4 പ്ലാസ്മ, 5 ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6 ഫെർമിയോണിക് കണ്ടൻസേറ്റ്, 7 ക്വാർക്ക് ഗുവോൺ പ്ലാസ്മ, 8 റൈഡ്ബർഗ്, 9 ജാൻ ടെല്ലർ മെറ്റൽ, 10 കളർ ഗ്ലാസ് കണ്ടൻസേറ്റ്. അപ്പോൾ ദ്രവ്യത്തിൻ്റെ അവസ്ഥകളാണ്: 1 ഖരം, 2 ദ്രാവകം, 3 വാതകം, 4 പ്ലാസ്മ, 5 ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6 ഫെർമിയോണിക് കണ്ടൻസേറ്റ്, 7 ക്വാർക്ക് ഗുവോൺ പ്ലാസ്മ, 8 റൈഡ്ബർഗ്, 9 ജാൻ ടെല്ലർ മെറ്റൽ, 10 കളർ ഗ്ലാസ് കണ്ടൻസേറ്റ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മ. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മ. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥ പ്ലാസ്മ. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥ പ്ലാസ്മ. അപ്പോൾ പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മ. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥ പ്ലാസ്മ.
അടുത്ത ക്വസ്റ്റ്യൻ, കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ്. രാസനാമങ്ങൾ: കറിയുപ്പ് സോഡിയം ക്ലോറൈഡ്. കറിയുപ്പ് സോഡിയം ക്ലോറൈഡ്. അലക്കുകാരം സോഡിയം കാർബണേറ്റ്. അലക്കുകാരം സോഡിയം കാർബണേറ്റ്. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ്. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ്. വാട്ടർ ഗ്ലാസ് സോഡിയം സിലിക്കേറ്റ്. വാട്ടർ ഗ്ലാസ് സോഡിയം സിലിക്കേറ്റ്. ഹൈപ്പോ സോഡിയം തയോസൾഫേറ്റ്. ഹൈപ്പോ സോഡിയം തയോസൾഫേറ്റ്. ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡ്. ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡ്. കാസ്റ്റിക് പൊട്ടാഷ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ കറിയുപ്പ് സോഡിയം ക്ലോറൈഡ്, അലക്കുകാരം സോഡിയം കാർബണേറ്റ്, അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ്, വാട്ടർ ഗ്ലാസ് സോഡിയം സിലിക്കേറ്റ്, ഹൈപ്പോ സോഡിയം തയോസൾഫേറ്റ്, ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡ്, കാസ്റ്റിക് പൊട്ടാഷ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ലൂണാർ കാസ്റ്റിക്. ലൂണാർ കാസ്റ്റിക്കിൻ്റെ രാസനാമം സിൽവർ നൈട്രേറ്റ്. ലൂണാർ കാസ്റ്റിക് സിൽവർ നൈട്രേറ്റ്. ചില്ലി സാൾട്ട് പീറ്റർ. ചില്ലി സാൾട്ട് പീറ്റർ സോഡിയം നൈട്രേറ്റ്. ചില്ലി സാൾട്ട് പീറ്റർ സോഡിയം നൈട്രേറ്റ്. കുമ്മായം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കുമ്മായം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ചുണ്ണാമ്പ് കല്ല് അഥവാ മാർബിൾ കാൽസ്യം കാർബണേറ്റ്. ചുണ്ണാമ്പ് കല്ല് അല്ലെങ്കിൽ മാർബിൾ കാൽസ്യം കാർബണേറ്റ്. നീറ്റുകക്ക. നീറ്റുകക്കയുടെ രാസനാമം കാൽസ്യം ഓക്സൈഡ്. നീറ്റുകക്ക കാൽസ്യം ഓക്സൈഡ്. ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡറിൻ്റെ രാസനാമം കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ്. ബ്ലീച്ചിങ് പൗഡർ കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ്. ചുണ്ണാമ്പ് വെള്ളം രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ചുണ്ണാമ്പ് വെള്ളം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ലൂണാർ കാസ്റ്റിക് സിൽവർ നൈട്രേറ്റ്, ചില്ലി സാൾട്ട് പീറ്റർ സോഡിയം നൈട്രേറ്റ്, കുമ്മായം കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ചുണ്ണാമ്പ് കല്ല് അഥവാ മാർബിൾ കാൽസ്യം കാർബണേറ്റ്, നീറ്റുകക്ക കാൽസ്യം ഓക്സൈഡ്, ബ്ലീച്ചിങ് പൗഡർ കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ്, ചുണ്ണാമ്പ് വെള്ളം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം എന്താണ്? പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം മഞ്ഞ. ദൃശ്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ വിബ്ജോർ. ദൃശ്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ വിബ്ജോർ. വിബ്ജോർ മീൻ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ദൃശ്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങളാണ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം മഞ്ഞ. കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം മഞ്ഞ. പ്രാഥമിക വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നത് പച്ച, നീല, ചുവപ്പ്. പ്രാഥമിക വർണ്ണങ്ങൾ പച്ച, നീല, ചുവപ്പ്. 3 പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേർന്നാൽ ലഭിക്കുന്ന നിറം വെളുപ്പ്. 3 പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ ലഭിക്കുന്ന നിറം വെളുപ്പ്. ദ്വിതീയ വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നത് മഞ്ഞ, മജന്ത, സിയാൻ. ദ്വിതീയ വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നത് മഞ്ഞ, മജന്ത, സിയാൻ. അപ്പോൾ ദൃശ്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ വിബ്ജോർ. വിബ്ജോർ മീൻസ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം മഞ്ഞ. പ്രാഥമിക വർണ്ണങ്ങൾ പച്ച, നീല, ചുവപ്പ്. 3 പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ ലഭിക്കുന്ന നിറം വെളുപ്പ്. ദ്വിതീയ വർണ്ണങ്ങൾ മഞ്ഞ, മജന്ത, സിയാൻ. ചുവപ്പും പച്ചയും കൂടിച്ചേർന്നാൽ മഞ്ഞ നിറം ലഭിക്കും. ചുവപ്പ് പ്ലസ് പച്ച മഞ്ഞ നിറം. ചുവപ്പ് പ്ലസ് നീല മജന്ത. ചുവപ്പ് പ്ലസ് നീല മജന്ത. പച്ച പ്ലസ് നീല സിയാൻ. പച്ചയും നീലയും കൂടി ചേർന്നാൽ സിയാൻ. അപ്പോൾ ചുവപ്പ് പ്ലസ് പച്ച മഞ്ഞ, ചുവപ്പ് പ്ലസ് നീല മജന്ത, പച്ച പ്ലസ് നീല സിയാൻ. പ്രിൻറ്റിങ്ങിലെ പ്രാഥമിക വർണ്ണങ്ങളാണ് മഞ്ഞ, മജന്ത, സിയാൻ. പ്രിൻറ്റിങ്ങിലെ പ്രാഥമിക വർണ്ണങ്ങളാണ് മഞ്ഞ, മജന്ത, സിയാൻ. ടെലിവിഷൻ സംപ്രേഷണത്തിലെ അടിസ്ഥാന വർണ്ണങ്ങൾ പച്ച, നീല, ചുവപ്പ്. ടെലിവിഷൻ സംപ്രേഷണത്തിലെ അടിസ്ഥാന വർണ്ണങ്ങൾ പച്ച, നീല, ചുവപ്പ്. ചുവപ്പ്, പച്ച നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വർണ്ണാന്ധത, അതായത് ഡാൾട്ടനിസം.
ചുവപ്പ് പച്ച നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വർണ്ണാന്ധത അഥവാ ഡാൾട്ടനിസം. ഒരു ചുവന്ന പൂവ് നീലപ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടും? ഒരു ചുവന്ന പൂവ് നീലപ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടും? കറുപ്പ് നിറത്തിൽ. അപ്പോൾ പ്രിൻറ്റിങ്ങിലെ പ്രാഥമിക വർണ്ണങ്ങളാണ് മഞ്ഞ, മജന്ത, സിയാൻ. ടെലിവിഷൻ സംപ്രേഷണത്തിലെ അടിസ്ഥാന വർണ്ണങ്ങൾ പച്ച, നീല, ചുവപ്പ്. ചുവപ്പ് പച്ച നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത അഥവാ ഡാൾട്ടനിസം. ഒരു ചുവന്ന പൂവ് നീലപ്രകാശത്തിൽ കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. അതുപോലെ ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം കറുപ്പ്. ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം കറുപ്പ്. മഞ്ഞപ്പൂവിന് പച്ചപ്രകാശത്തിലെ നിറം പച്ച. മഞ്ഞപ്പൂവിന് പച്ചപ്രകാശത്തിലെ നിറം പച്ച. അപ്പോൾ ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം കറുപ്പ്. മഞ്ഞപ്പൂവിന് പച്ചപ്രകാശത്തിലെ നിറം പച്ച.